ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അപ്പൊ മോതിരം മാത്രം വെച്ച് നമുക്ക് ആളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതെ. ശരി, നമുക്ക് മറ്റേതെങ്കിലും വഴി നോക്കാൻ കുട്ടേട്ടാ. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി, ഞാനുണ്ട് കൂടെ. എനിക്കറിയാം. മോതിരം കണ്ട ആളെ തിരിച്ചറിയാൻ ഇത് ദുഷ്യന്തന്റെ കാലൊന്നുമല്ലല്ലോ. എന്നാലേ ഒരു DNA ടെസ്റ്റ് നടത്തി നോക്കിയാലോ? താൻ വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. സ്വന്തം അച്ഛനെ കണ്ടുപിടിക്കണമെന്ന് ഒരു ഉത്സാഹം ഇല്ലാത്ത ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണാം. ഒരു തർക്കത്തിന് ഞാനില്ല. എന്റെ മനസ്സിലെന്താണെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞതല്ലേ. ആ ശരി, ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷേ എല്ലാ തെളിവുകളോടും കൂടി ഒരു ദിവസം ഞാൻ കിരണിന്റെ മുന്നിൽ കൊണ്ടു നിർത്തും. അന്ന് എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർത്ത് അച്ഛനെ മകൻ സ്വീകരിക്കണം. എന്നെ സ്വീകരിക്കാൻ മടിയില്ലാത്ത ഒരാളായിരുന്നു എന്റെ അച്ഛനെങ്കിൽ എനിക്ക് നീ അവസ്ഥ വരില്ലായിരുന്നു ദുർഗെ. ഓക്കെ, താൻ വെറുതെ ഇമോഷണൽ ആവണ്ട, അത് വിട്ടേക്ക്. വാ, നമുക്ക് പോവാം. വന്നേ, വാ. എന്തുമോൾ ഇവിടെ വരാൻ പറഞ്ഞത്? വീട്ടിൽ വെച്ചോ ക്യാമ്പിൽ വെച്ചോ സംസാരിക്കാൻ പറ്റാത്ത കാര്യമായതുകൊണ്ടാ ഇവിടെ വെച്ച് കാണാന്ന് പറഞ്ഞത്. ഏതെങ്കിലും പുതിയ കേസിന്റെ കാര്യമാണോ? ഇത് നമ്മുടെ കിരണിന് വേണ്ടിയാ. ദേ, ഈ മോതിരം കണ്ടോ? ആ, ഇത് കിരണിന്റെ അമ്മയുടെ ഫോട്ടോയാ. ഈ കൈ കിരണിന്റെ അച്ഛന്റെ ആയിരിക്കും. ഈ മോതിരം നമുക്കൊരു ക്ലൂ ആണ്. പക്ഷേ ഇതേ രീതിയിൽ ഒരുപാട് മോതിരങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കുട്ടേട്ടൻ ഈ മോതിരത്തിന്റെ ഫോട്ടോ ജ്വല്ലറി വർക്ക്സ് ചെയ്യുന്നവരെ കാണിച്ച് ഇതിന്റെ ഡീറ്റെയിൽസ് അറിയണം. ശരി. ഈ മോതിരം ഉണ്ടാക്കിയ ആളെ കിട്ടിയ അതൊരു വലിയ വിജയമായിരിക്കും. പക്ഷേ അതിന് സാധ്യത കുറവാ. എന്നാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. പിന്നെ അവരോട് ചേട്ടൻ അന്വേഷിക്കേണ്ടത് ഇതുപോലെ ഒരുപാട് മോതിരങ്ങൾ സാധാരണയായി ഉണ്ടോ എന്നും ഇത്തരം മോതിരങ്ങൾ പ്രത്യേകമായി തയ്യാറാക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നോ. അത് ഞാൻ തിരക്കിട്ട് പറയാം. നമ്മളിത് അന്വേഷിക്കുന്ന കാര്യം തൽക്കാലം കിരൺ പോലും അറിയരുത്. ഓ ശരി ശരി. എന്നാ ഞാനിത് കുട്ടേട്ടന്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്തേക്കാം. ശരി കുട്ടേട്ടൻ. ശരി മോളെ. ഒരുപാട് നാളായിട്ട് ഞാൻ സ്വപ്നം കാണുന്ന ആ വിഷ്വൽസ് എടുക്കാൻ അത് ഇന്ന് സാധിച്ചു. ആ ക്യാമറ കിട്ടി എന്തായാലും ഭാഗ്യമായി പോയി. അതൊക്കെ ശരിയാ, പക്ഷെ നീ ചെയ്തത് ഒട്ടും ശരിയായില്ല. എന്ത് വീഡിയോ ഷൂട്ട് ചെയ്തോ? അതൊന്നുമല്ല, ഇത്രയും നല്ല ക്യാമറ വാങ്ങിയിട്ട് നീ ഞങ്ങൾക്ക് ചെലവൊന്നും ചെയ്തില്ലല്ലോ. അതാണോ കാര്യം? അതെപ്പോ വേണേ ചെയ്യാലോ നമുക്ക്. എന്നാ പിന്നെ ഇന്ന് രാത്രി തന്നെ ആയാലോ? ഞാൻ റെഡിയാ. എന്താ അഭി? എന്നാ നിങ്ങൾ പ്ലാൻ ചെയ്തോ, നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. എന്നാ പിന്നെ ഇന്ന് രാത്രി നമുക്ക് അടിച്ചു വിളിക്കാം. അടി പൊളിക്കാം. എന്റെ മോളുടെ ഹസ്ബൻഡ് എല്ലാ കാര്യങ്ങളും നോക്കുന്നേ. ആ, മോള് ഉടനെ ചാനലിൽ ജോയിൻ ചെയ്യും. ശരി ശരി. ഓ, ഗൗതം ദേവിന്റെ വാർത്ത ടിവിയിൽ വന്നത് മുതൽ ഓരോരുത്തർ മാറി മാറി വിളിക്കുന്നതാ. രാവിലെ മുതൽ ഫോണിന് റെസ്റ്റ് ഇല്ല. ആഹാ, അതിന് നിന്നെന്തിനാ വസുമതി വിളിക്കുന്നേ? നീയാണോ ഗൗതം ദേവിന്റെ പിയെ? അതല്ല, വാർത്ത കൊടുത്തതാരാ? ഇന്ദിര ടിവിക്കാരാ. ഇന്ദിര ടിവി ആരുടെയാ? ഇനി എന്റെ മോളും അതിലൊരു അവകാശിയാ. ആ ബോധം ഉള്ളത് കൊണ്ടാ ആൾക്കാർ എന്നെ വിളിക്കുന്നത്.
ഇന്ദ്രപ്രസ്ഥം വീടിന്റെയും ഇന്ദിരാ ടിവിയുടെയും പേരില് ആളാവാൻ നിൽക്കാത്തതാണ് വസുമതിക്ക് നല്ലത്. ഞാൻ ആളാകും. അതിന് നിങ്ങൾക്കെന്താ? നാളെ അതൊക്കെ എന്റെ മോൾക്ക് അവകാശപ്പെട്ടതാ. എന്റെ മോളുടെ എന്ന് വെച്ചാ എനിക്കും അവകാശമുണ്ട്. നാത്തും പറഞ്ഞ ശരിയാ. നമുക്ക് ആളാവാനായിട്ടാ ദൈവം ഇങ്ങനെ ഒരു ബന്ധം കൊണ്ടുവന്നത്. ആ അപ്പൊ നമുക്കും കുറച്ച് അഹങ്കരിക്കാം. അല്ലാതെ പിന്നെ ഇന്ന് വിളിച്ചോരൊക്കെ ആ ന്യൂസിന്റെ പേരിൽ പൂർണ്ണിമയെ പ്രശംസിക്കായിരുന്നു. അത് പിന്നെ ശരിയല്ലേ നാത്തുനെ? വേറെ ഒരു ചാനലിനും കിട്ടാത്ത ചൂടുള്ള വാർത്തയല്ലേ ഇവർക്ക് കിട്ടിയിരിക്കുന്നേ? എല്ലാത്തിനും കാരണം എന്റെ മോളാ. ആഹാ, നിന്റെ മോളോ? അതെങ്ങനെയാ വസുമതി? അഷിതയാണോ ആ ന്യൂസ് പൂർണിമയെ അറിയിച്ചത്? ആ. അമ്മ കളിയാക്കൊന്നും വേണ്ട. എന്റെ മോൾ ആ വീട്ടിലേക്ക് വലത് കാല് വെച്ച് കയറാൻ പോകുന്നതിന്റെ ഐശ്വര്യം കൊണ്ടാ അവർക്ക് ഈ ഭാഗ്യമൊക്കെ കിട്ടുന്നത്. ഈ ഒരു വാർത്ത കൊണ്ടേ ഇന്ദിരാ ടിവിയുടെ പ്രശസ്തി എത്രയോ കൂടിയെന്നറിയാവോ? നമുക്ക് അർഹിക്കാത്തതിനൊന്നും അവകാശം പറയാൻ പാടില്ല വസുമതി. അത് പിന്നീട് ദുഃഖിക്കാൻ ഇടയാക്കും. അത് നീ മറക്കണ്ട. ഇത്രയ്ക്ക് കുശുമ്പ് പാടില്ല അമ്മേ. ഇതിപ്പോ അഷിതയുടെ ചെറുക്കന്റെ വീട്ടുകാരുടെ കാര്യമായതുകൊണ്ടല്ലേ അമ്മയ്ക്ക് താല്പര്യമില്ലാത്ത. ആ നാശം പിടിച്ച ദുർഗയുടെ കാര്യമായിരുന്നെങ്കിലോ അമ്മ വലിയ വീരവാദം പറഞ്ഞ് നടന്നേനല്ലോ ഇപ്പൊ. അത് പിന്നെ അങ്ങനെയല്ലേ നാത്തുനെ വരൂ. നമുക്കൊന്നും ഇവിടെ ഒരു വിലയും ഇല്ലല്ലോ. അതെ, രണ്ടുപേരും കൂടി എഴുതാപ്പുറം വായിക്കാൻ നിൽക്കണ്ട. നിങ്ങളെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് കൂടുതലൊന്നും ആരും പറയണ്ട. നാത്തുമാ, നമുക്കേ ന്യൂസ് കാണാത്തവരൊക്കെ വിളിച്ചു പറയാം. ഷൈൻ ചെയ്യാൻ കിട്ടിയ അവസരമാ. ശരിയാ, വാ. കലികാലം അല്ലാതെന്ത് പറയാനാ? ഈശ്വരാ. അതെ. കുട്ടേട്ടാ, ആ. എന്തു പറ്റി? ഒന്ന് വന്നേ. എന്തായി? ഞാൻ അന്വേഷിച്ചു. ഇത് സാധാരണ എല്ലാ സ്വർണ്ണപ്പണിക്കാരും ഉണ്ടാക്കുന്ന മോതിരമാണ്. കല്ലുകൾ മാത്രം ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിക്കൊടുക്കും. പിന്നെ ജുവലറികളിൽ റെഡിമെയ്ഡായിട്ട് ഇത്തരം മോതിരങ്ങൾ കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പൊ മോതിരം മാത്രം വെച്ച് നമുക്ക് ആളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതെ, ശരി, നമുക്ക് മറ്റേതെങ്കിലും വഴി നോക്കാൻ കുട്ടേട്ടാ. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി, ഞാനുണ്ട് കൂടെ. എനിക്കറിയാം. എന്നാ ശരി മോളെ.